ഹലോ ഫ്രണ്ട്സ്, ഭരതനാട്യം സിനിമയുടെ സെക്കൻഡ് പാർട്ടായ മോഹിനിയാട്ടം സിനിമയിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ബ്രില്യൻസുകളെയും കിടിലൻ റെഫറൻസുകളെയും കുറിച്ച് പറയുന്ന എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ സിനിമയുടെ തുടക്കം തന്നെ ആദ്യ സിനിമ ഗംഭീരമായി പൊട്ടിച്ച് രണ്ടാമത്തെ സിനിമ ഹിറ്റാക്കിയ മിഥുൻ മാനുവൽ തോമസ് ആണ് ഞങ്ങളുടെ ഹീറോ എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ്. ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഭരതനാട്യം സിനിമ ഏറെ പ്രതീക്ഷയോടുകൂടി ഇറക്കിയ സിനിമയായിരുന്നു. എന്നാൽ തിയേറ്ററിൽ സിനിമ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടപ്പോൾ നടനായ സൈജു കുറുപ്പ് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള എന്റെ സിനിമയ്ക്ക് കാണാൻ ആളില്ലെങ്കിൽ ഞാൻ അഭിനയം നിർത്താമെന്ന് വരെ തീരുമാനമെടുത്തിരുന്നു. തന്റെ ആദ്യ സിനിമയിലൂടെ ഒരു നടനെ ഞാൻ ഫീൽഡ് ഔട്ട് ആക്കിയല്ലോ എന്നുള്ള വിഷമം സംവിധായകനുണ്ടായിരുന്നു. ആട് ഫ്ലോപ്പായി ആടിന്റെ രണ്ടാം ഭാഗം ഹിറ്റ് അടിച്ചവനാണല്ലോ മിഥുൻ മാനുവൽ തോമസ്. അതുകൊണ്ട് തന്നെ ഭരതനാട്യത്തിന് ഒരു രണ്ടാം ഭാഗം ഇറക്കി ഹിറ്റ് അടിക്കാനുള്ള ഇൻസ്പിറേഷൻ ആയിരുന്നു മിഥുൻ മാനുവൽ തോമസ്. ഇതൊരു ഡാർക്ക് കോമഡി മൂവിയാണ്. എന്നാൽ ഈ സിനിമയ്ക്ക് വേറൊരു ജോണർ കൂടി ഉണ്ടായിരുന്നു. അത് വേണ്ട എന്ന് പറഞ്ഞത് സംവിധായകനായ മിഥുൻ മാനുവൽ തോമസ് ആണ്. ഒരുപക്ഷെ അതൊരു സീരിയസ് ക്രൈം ജോണർ ആയിരിക്കാം. സിനിമ ആരംഭിക്കുന്നത് രജനീകാന്തിന്റെ സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ കാർഡ് റെഫറൻസ് ആയി എടുത്ത് സൈജു കുറുപ്പിന്റെ 150ാമത്തെ സിനിമ എന്ന ലേബൽ കാണിച്ചുകൊണ്ടാണ്. കൈക്കൂലി വാങ്ങാനും പൈസ തിരിമറി നടത്താനും വേണ്ടി ഭരതൻ നായരും കൂട്ടുകാരും ചേർന്ന് ഒരു കെട്ടുകഥയുണ്ടാക്കി അമ്പലം പണിത് പല ആചാരങ്ങളിലൂടെ പൈസ ഉണ്ടാക്കുന്നു. അതിലൊന്നായിരുന്നു തലയിൽ തേങ്ങ അടിച്ചുള്ള ആചാരം. പ്രണയം, സാമ്പത്തികം, സന്താനം പോലുള്ള പ്രശ്നങ്ങൾക്കായിരുന്നു തലയിൽ തേങ്ങ അടിച്ചുകൊണ്ടുള്ള ആചാരം. ഭരതൻ നായർ തുടങ്ങിവെച്ച ഈ ആചാരം പോലെ തലയിൽ തേങ്ങ വീണാണ് ഭരതൻ നായർ ആദ്യ ഭാഗത്തിൽ മരണപ്പെടുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ കേരള സ്റ്റോറിയുടെ 3ാം ഭാഗത്തെ ട്രോളിക്കൊണ്ടുള്ള ഒരു യൂട്യൂബ് റിവ്യൂ വീഡിയോ കാണാം. ഇത് പ്രശസ്ത സിനിമാ നിരൂപകൻ എന്ന സ്വയം അവകാശപ്പെടുന്ന അശ്വന്ത് കോക്കിന്റെ റിവ്യൂ വീഡിയോയുടെ ഒരു റെഫറൻസ് ആണ്. ഭരതൻ നായരുടെ രണ്ടാമത്തെ ഭാര്യ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഭരതൻ നായർ എന്തോ വലിയൊരു രഹസ്യം മറച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് അമ്പലത്തിന്റെ പ്രശ്നങ്ങൾ സിനിമയിൽ കാണിക്കുന്നത്. തന്റെ 3 മക്കളുടെ പേരുകളായ ശശിധരൻ, ശ്രീലത, ശാന്തി എന്നിവരുടെ പേരിനൊപ്പം തന്റെ ഭാര്യയായ സരസ്വതിയുടെ പേരും ചേർത്ത് മൊത്തം 4 ആളുകളുടെ പേരിലാണ് ഭരതൻ നായർ അമ്പലത്തിന്റെ 4 തൂണുകളിൽ സമർപ്പണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ മോഹിനീശ്വരി ദേവിയായി കാണിച്ചിരിക്കുന്നത് തന്റെ സ്വന്തം ഭാര്യയുടെ ചിത്രമാണ്. അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഭരതൻ നായരുടെ ഭാര്യയുടെ മുഖത്തിന് സാദൃശ്യമുള്ളതുകൊണ്ടാണ് കലാരഞ്ജിനിയുടെ കഥാപാത്രം അമ്പലത്തിൽ തൊഴാൻ വരുമ്പോൾ പൂജാരിയും അമ്പലത്തിൽ വന്നിരിക്കുന്ന മറ്റാളുകളും വീട്ടിൽ വരുന്ന സുരാജിന്റെ കഥാപാത്രത്തിനും കലാരഞ്ജിനെ കാണുമ്പോൾ എവിടെയോ കണ്ടു മറന്നൊരു സംശയം ഉണ്ടാവുന്നത്. സിനിമയിൽ സുരാജിന്റെ കഥാപാത്രത്തെ അബദ്ധത്തിൽ കൊന്നതിനു ശേഷം ബോഡി മറവ് ചെയ്യുന്നതിന് വേണ്ടി പിന്നീട് അങ്ങോട്ട് ഉപയോഗിക്കുന്നത് ദൃശ്യം സിനിമയുടെ കഥയുടെ റെഫറൻസ് ആണ്. ദൃശ്യം സിനിമയുടെ കഥ വെച്ച് വക്കീലിനോട് സംശയം ചോദിക്കുന്നതും ബോഡി മറവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികളും കള്ളം പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമെന്ന് പറയുന്നതൊക്കെ ദൃശ്യം സിനിമയിലെ മോഹൻലാൽ ചെയ്തതിന്റെ റെഫറൻസ് ആണ്. പോലീസ് അവരെ അന്വേഷിച്ചു വരുമ്പോൾ സൈജു കുറുപ്പിന്റെ കഥാപാത്രം ഞാൻ ആദ്യം വന്നതുപോലെ അഭിനയിക്കട്ടെ എന്ന് പറയുന്നതും ഒരു ദൃശ്യം റെഫറൻസ് ആണ്. മറ്റൊരു ഭാഗത്തായി കലാരഞ്ജിനിയുടെ കഥാപാത്രം സൈജു കുറുപ്പിനോട് പറയുന്നുണ്ട് നമുക്ക് അച്ചപ്പവും മുറുക്കുമായി പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ കണ്ടാലോ എന്ന്. ഇതേ അച്ചപ്പവും മുറുക്കുമായി ഗോവിന്ദരാജയുടെ വീട്ടിൽ പോകണമെന്ന് സൈജു കുറുപ്പും പറയുന്നുണ്ട്. ശരിക്കും ഈ അച്ചപ്പവും മുറുക്കും തിരക്കഥയിൽ വെറുതെ പറയുന്നതല്ല, പകരം ഇവരുടെ വീട്ടിൽ ഇവർ സ്ഥിരമായി കഴിക്കുന്ന പലഹാരം അച്ചപ്പവും മുറുക്കുമാണെന്ന് പല സീനുകളിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇത് എഴുത്തിലെ മികച്ചൊരു ഡീറ്റെയിലിംഗ് ആയിരുന്നു. സുരാജിനെ കൊന്നതിനു ശേഷം എല്ലാവരും വീട്ടിൽ കൂടിയിരുന്ന ടിവിയിൽ വാർത്തകൾ കാണുമ്പോൾ അതിൽ സൈജു കുറുപ്പിന് അവാർഡില്ല എന്നും സൈജു കുറുപ്പിന് എലിമീശ വണ്ണത്തിൽ നാഷണൽ അവാർഡ് നഷ്ടമായി എന്നൊരു ഹെഡ്ലൈൻ എഴുതി കാണിക്കുന്നുണ്ട്. സുരാജിനെ കാണാതായതിനു ശേഷം ബേബി ജീന്റെ മരുമകൻ കഥാപാത്രം സുരാജിനെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ആളൊഴിഞ്ഞൊരു മുറിയിൽ പോയി മാമാ മാമ എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ ഹൃദയം സിനിമയിൽ ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ വന്ന് സെൽവ സെൽവ എന്ന് വിളിക്കുന്ന രംഗത്തെ ട്രോളിക്കൊണ്ടുള്ള റെഫറൻസ് ആയിരുന്നു. സുരാജിന്റെ ഗോവിന്ദരാജ സൈജു കുറുപ്പിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രഷർ കുക്കർ സമ്മാനമായി കൊടുക്കുന്നുണ്ട്. ഇതേ പ്രഷർ കുക്കറിലാണ് ഗോവിന്ദരാജയുടെ അവസാന അസ്ഥികൾ വേകുന്നത് എന്നത് ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു. വഴിപോക്കൻ എന്ന വിളിപ്പേര് കിട്ടിയ നന്ദു പൊതുവാളിന്റെ അളിയൻ കഥാപാത്രത്തിന് ഈ കൊലപാതക കേസിൽ നിന്നും എപ്പോഴും രക്ഷപ്പെടണമെന്നുള്ള ചിന്ത മാത്രമാണ്. പിള്ളേർക്ക് കാക്കൊല്ല പരീക്ഷയാണെന്ന് പറഞ്ഞ് നൈസായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുന്നതും പോലീസ് വരുന്നതിന് മുൻപ് നമുക്ക് കീഴടങ്ങിയാലോ എന്ന് പറയുന്നതും ക്ലൈമാക്സിൽ വിനയ് ഫോർട്ടിന്റെ പോലീസ് കഥാപാത്രം വരുന്നതിന് മുൻപ് പട്ടിയെ കെട്ടഴിച്ച് വിട്ടതിന് ശേഷം അവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറയുന്നതും പെട്ടുപോകുമെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അറ്റ കൈക്ക് ഉടുത്തിരുന്ന മുണ്ടൂരി സ്വന്തം ജീവൻ കളഞ്ഞ് തൂങ്ങാൻ നോക്കുന്നതും തനിക്ക് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോകണമെന്നുള്ള ചിന്തയാണെന്ന് സൂചിപ്പിക്കുന്നു. മാത്രമല്ല ബോഡി കളയാൻ പോകുന്ന ഒരു സീനിനിടയിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ചാലക്കുടി എന്നെഴുതിയ ബോർഡ് വെച്ച ബസ് കാണുമ്പോൾ തന്റെ നാട്ടിലേക്കുള്ള ബസ് ആയതുകൊണ്ട് തനിക്ക് അതിൽ കയറി ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്നുള്ള ചിന്ത വരുന്നതും മറ്റൊരു തെളിവാണ്. നന്ദു പൊതുവാൾ മുറിയിൽ ജീവനെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കഴുത്തിൽ കുരുക്ക് മുറുകി അദ്ദേഹത്തിന്റെ സൗണ്ട് ഇല്ലാതായി പോകുന്നുണ്ട്. ആ സീനിൽ നന്ദു പൊതുവാളിന് ശബ്ദം കൊടുത്തത് കലാരഞ്ജിനിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരേ സീനിൽ അഭിനയിച്ച 2 പേർക്ക് ആ ഒരു സമയത്ത് ഡബ്ബ് ചെയ്തത് കലാരഞ്ജിനി തന്നെയായിരുന്നു.
ബേബി ജീന്റെ സുഭാഷിന്റെ കഥാപാത്രത്തിനെ വാട്സപ്പിൽ സേവ് ചെയ്തേക്കുന്നത് സുഭാഷ് കുമ്പിടി എന്നാണ്. കുമ്പിടി എന്ന് സേവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദരാജയുടെ ബോഡി കളയാൻ വേണ്ടി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും സുഭാഷിനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന കുമ്പിടി എന്ന പേര് കളിയാക്കി അവർ ഫോണിൽ സേവ് ചെയ്തത്. വീട്ടിലിരിക്കുന്ന ഡെഡ് ബോഡി എങ്ങനെ നശിപ്പിക്കുമെന്നുള്ള ചർച്ചയ്ക്കിടയിൽ ഒരു കസേരയിലിരുത്തി ഷോക്ക് കൊടുത്ത് നമുക്ക് ഡെഡ് ബോഡി ചാരമാക്കാമെന്ന് ഇരട്ടക്കുട്ടികളിൽ ഒരാൾ പറയുമ്പോൾ അത് കൂലി സിനിമയിലെ ആളെ കത്തിച്ച് ചാരമാക്കുന്ന ഇലക്ട്രിക് ഷോക്കുള്ള കസേരയുടെ റെഫറൻസ് ആണ്. സുരാജിന്റെ ക്രൂരനായ ഗോവിന്ദരാജ് എന്ന കഥാപാത്രം ഭാര്യയേക്കാൾ ഉപരിയായി പട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ഭാര്യ കഥാപാത്രം ബേബി ജീനോടും പോലീസുകാരനോടും പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് ഭാര്യയെ വീട്ടിൽ അടച്ചുപൂട്ടി പുറത്തിറക്കാതെ ഇട്ടിരിക്കുകയാണെന്നും ഒരു പട്ടിക്കൂട് പണിത് അയാൾ എന്നെ ആ കൂടിനകത്ത് ഇടുമെന്നും. പട്ടിയെ കൂടുതൽ സ്നേഹിച്ച് ഭാര്യയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി വീടിനകത്ത് പൂട്ടിയിടുന്ന സുരാജിന്റെ കഥാപാത്രം എക്കോ സിനിമയിലെ കുരിയച്ചനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ബേബി ജീനിന്റെ സുഭാഷ് കഥാപാത്രം മറ്റൊരു സുഭാഷിനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുമ്പോൾ മുഖത്തോട് മുഖം നോക്കുന്ന സീൻ ഏഴാം അറിവിൽ ഡോങ്ലി ഹിപ്നോട്ടിസം ചെയ്യുന്നതിൽ നിന്നും അതേപടി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. സുരാജിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നാട് നീളെ പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടയിൽ ഈ സിനിമയുടെ ആദ്യ ഭാഗമായ ഭരതനാട്യത്തിന്റെ പോസ്റ്റർ പലയിടത്തായി ഒട്ടിച്ചിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഭാഗത്തിന് കൊടുത്ത ഒരു ട്രിബ്യൂട്ടാണ്. ഇനി അധികമാരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു ബ്രില്യൻസ് ആയിരുന്നു സിനിമയിലെ ബേബിജിനെ അവതരിപ്പിക്കുന്ന സുഭാഷ് എന്ന കഥാപാത്രം അതുവരെ ഒരു തൃശൂർ സ്ലാങ്ങിൽ വളരെ നാടൻ രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ തന്റെ മാമനെ വീട്ടുകാരെല്ലാം ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനു ശേഷം മഴയത്ത് ബേബിജിന്റെ കഥാപാത്രം സൈജു കുറുപ്പിന്റെ വീട്ടിലേക്ക് പോയി ശബ്ദം മാറ്റി ബാസ് കൂട്ടി സംസാരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ബേബി ജീൻ തന്റെ റാപ്പ് സോങ്ങുകളിൽ പാടുന്ന അതേ ശബ്ദത്തിലാണ് ആ ഒരു സീനിൽ മഴയത്ത് സംസാരിക്കുന്നത്. എന്നാൽ കലാരഞ്ജനിയുടെ കഥാപാത്രം ബേബി ജീനോട് പറയുന്നുണ്ട്, മോനെ ഇങ്ങനെ സംസാരിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയൂ എന്ന്. ബേബി ജീനിന്റെ റാപ്പ് സോങ് പാടുമ്പോഴുള്ള ശബ്ദത്തെ സെൽഫ് ട്രോൾ ചെയ്യുന്ന ഒരു സീനായിരുന്നു അത്. സഹായിക്കാൻ വന്ന സുഭാഷ് തിരികെ പോകാൻ നേരം സുഭാഷിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സൈജു കുറുപ്പ് തോളിൽ കൈവച്ച് വിരലുകൾ അനക്കി സംസാരിക്കുന്നത് ദശരഥൻ സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്ന സീനിന്റെ റീക്രിയേഷൻ ആയിരുന്നു. സുരാജിന്റെ ഡെഡ് ബോഡി എങ്ങനെ വീടിന്റെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്നോർത്ത് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ കലാരഞ്ജനിയുടെ കഥാപാത്രം ചിരിച്ചുകൊണ്ട് ഒരു സിമ്പിൾ ഐഡിയ പറയുന്നുണ്ട്. ചുണ്ടിനു ചുറ്റും വരച്ച ഉമ്മിക്കിരിയോട് കൂടിയുള്ള സംഭാഷണം വൈ സോ സീരീസ് എന്ന് പറയുന്ന ഡാർക്ക് നൈറ്റിലെ ജോക്കറിന്റെ മുഖത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഡെഡ് ബോഡി മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാനായി ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു വസ്തുവിൽ ഒരുമിച്ച് പിടിക്കുന്ന ജഗദീഷിന്റെയും കലാരഞ്ജനിയുടെയും സീൻ അനിയത്തിപ്രാവിൽ ലൈബ്രറിയിൽ വന്ന് ഒരേ ബുക്ക് എടുക്കുന്ന കുഞ്ചാക്കോ ബോബന്റെയും ശാലിനിയുടെയും സീനിന്റെ റെഫറൻസ് ആയിരുന്നു. ഡെഡ് ബോഡി മുറിച്ചു മാറ്റുമ്പോൾ ഭിത്തിയിൽ ചോര പുരണ്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി എല്ലാ വശവും പ്ലാസ്റ്റിക് ഷീറ്റുകളാൽ ചുറ്റി ബോഡി ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി ഡംപ് ചെയ്യുന്നത് വാസ്തവത്തിൽ ലോകപ്രശസ്ത അമേരിക്കൻ സീരീസ് ആയ ഡെക്സ്റ്ററിലെ സീരിയൽ കൊലയാളി ആളുകളെ കൊല്ലുമ്പോൾ മുറിയിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ചുറ്റി ഡെഡ് ബോഡി മുറിച്ച് പലയിടത്തായി ഡംപ് ചെയ്യുന്നതിന്റെ ഇൻസ്പിറേഷൻ ആയിരുന്നു. തന്നെ ഇവിടെ കൊണ്ടുവന്നത് സുരാജിന്റെ ഡെഡ് ബോഡി മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണെന്ന് അറിയുന്ന സമയം കലാരഞ്ജനി ഒരു ഗ്ലാസ് ജ്യൂസ് ജഗദീഷിന് നേരെ നീട്ടുമ്പോൾ ജഗദീഷ് കുടിക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ റൊഷാക്ക് സിനിമയിൽ ബിന്ദു പണിക്കർ ജ്യൂസ് കൊടുത്ത് ആളെ കൊല്ലുന്നതിന്റെ റെഫറൻസ് ആണ്. ബേബി ജീനിന്റെ കഥാപാത്രം സുരാജിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വിനയ് ഫോർട്ടിന്റെ പോലീസ് കഥാപാത്രത്തിന് 500 രൂപ കൈക്കൂലി കൊടുക്കുന്നുണ്ട്. കൈക്കൂലി കിട്ടിയ ശേഷം വിനയ് ഫോർട്ട് ആരാടാ എനിക്ക് ലച്ചം തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇന്ത്യൻ 2വിൽ കമൽഹാസൻ കൈക്കൂലിയെക്കുറിച്ച് പറയുന്ന ഫേമസ് ആയ ലച്ചൻ ഡയലോഗിന്റെ റെഫറൻസ് ആയിരുന്നു. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബേബി ജീനും വിനയ് ഫോർട്ടും തമ്മിൽ പണ്ടൊരു പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. അതായത് ബേബി ജീൻ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കി അത് ഉപയോഗിച്ച് വിനയ് ഫോർട്ടിന്റെ മുഖത്ത് പാണ്ട് വരികയും ബേബി ജീനെ പിടിച്ചിടിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയിൽ പറയുന്ന ആ ഒരു പാണ്ട് വിനയ് ഫോർട്ടിന്റെ മുഖത്ത് കാണാം. എന്നാൽ ബേബി ജീൻ സിനിമയിൽ ഉണ്ടാക്കി എന്ന് പറയുന്ന ആ ഒരു ഫേസ് ക്രീമിന്റെ പേര് ഫെയർ ആൻഡ് ഫ്ലൈ എന്നാണ്. ഇത് വാസ്തവത്തിൽ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണിക്കുന്നതല്ല. പകരം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സമയത്ത് വൈറലായ വെളുത്തിട്ട് പാറാൻ വേണ്ടിയുള്ള ഒരു വെള്ള ക്രീം നിങ്ങൾ ഓർക്കുന്നില്ലേ? വെളുത്തിട്ട് പാറുന്നതിനെ ഇംഗ്ലീഷ് ആക്കി ഫെയർ ആൻഡ് ഫ്ലൈ എന്ന പേര് സിനിമയിൽ കൊടുക്കുകയാണ് ചെയ്തത്. എന്താലേ. വീട് പരിശോധിക്കാൻ വിനയ് ഫോർട്ട് എത്തുമ്പോൾ താക്കോൽ കാണാനില്ല എന്ന് ബേബി ജീൻ പറയുമ്പോൾ കൂടെ നിൽക്കുന്ന കഥാപാത്രം മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് താക്കോൽ നോക്കാൻ പറ സാറേ, അപ്പോൾ കിട്ടുമെന്ന് വിനയ് ഫോർട്ടിനോട് പറയുന്നുണ്ട്. ഇത് ശരിക്കും മിഥുനം സിനിമയിൽ ഇന്നസെന്റ് ISA മാർക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് എഞ്ചിനീയറിനെ പിടിച്ച് അടി കൊടുക്കുന്ന സീനിലെ ഡയലോഗിൽ നിന്നും അതേപടി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിന്റെ കൂടെ വേഷം സിനിമയിലെ ചക്ക ഡയലോഗ് പറയുന്ന ജഗദീഷിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രശസ്ത റാപ്പറായ ഹനുമാൻ കൈൻഡിന്റെ പേര് വെച്ച് കൊണ്ടോട്ടിയിലെ ഹനുമാൻ കൈൻഡിന്റെ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞത് തിയേറ്ററിൽ ചിരിപ്പിച്ച ഒരു രംഗമായിരുന്നു. സായികുമാറിന്റെ ഭരതൻ നായർക്ക് 2 ഭാര്യമാരിൽ ഒരേ ടൈപ്പ് ഇരട്ട കുട്ടികൾ ഉണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടി ചാറ്റ് GPTയിൽ കയറി നോക്കുമ്പോൾ റിസൾട്ടായി കാണിക്കുന്നത് സായികുമാറിന്റെ കുഞ്ഞിക്കൂനനിലെ വാസുവണ്ണൻ മീമാണ്. ഇനി ഈ സിനിമയിലെ ചില അൺനോൺ ഫാക്ടുകൾ പറയാം. ബേബി ജീനിന്റെ സുഭാഷ് എന്ന കഥാപാത്രത്തിന് വേണ്ടി ആദ്യം തീരുമാനിച്ചിരുന്നത് സംഗീത് പ്രതാപിനെയായിരുന്നു. വിനയ് ഫോർട്ട് ഉയരമുള്ള ആളോട് സംസാരിക്കുമ്പോൾ നീ വളരുന്നുവെന്ന് പറയുന്ന ഡയലോഗ് തിരക്കഥയിലില്ലായിരുന്നു. പകരം ഡബ്ബിംഗിൽ വിനയ് ഫോർട്ട് കൈന്നിട്ടതാണ്. മോഹിനിയാട്ടത്തിന്റെ കഥ സൈജു കുറുപ്പിനോട് പറയുന്നതിനേക്കാൾ മുൻപ് ആദ്യം പറഞ്ഞത് സുരാജിനോടായിരുന്നു. ഈ സിനിമയിലെ അഭിറാം അവതരിപ്പിച്ച സുഭാഷ് എന്ന കഥാപാത്രത്തിന് വേണ്ടി ആദ്യം തീരുമാനിച്ചിരുന്നത് സിനിമയിലെ അളിയൻ കഥാപാത്രമായ സ്വാതിദാസിനെയായിരുന്നു.
പറയാൻ വിട്ടുപോയ മറ്റ് ഫാക്റ്റുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.